He
കൂടാതെയും തെറ്റുകൂടാതെയും തന്റെ അവസാന ശ്വാസം വരെ പാലിക്കുകയും ഏറ്റുപറയുകയും ബന്ധിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊള്ളാമെന്നും തിരുസഭയുടെ അനുസരണമുള്ള പുത്രനായി ഉത്സാഹപൂർവ്വം ശുശ്രൂഷ ചെയ്തുകൊള്ളാമെന്നും മേൽപ്പട്ടക്കാരന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പുരോഹിതാർത്ഥി പ്രതിജ്ഞ ചെയ്യുന്നു. സുദീർഘമായ ദൈവിക പരിശീലനത്തിലൂടെ സ്വായത്തമാക്കിയ ദൈവിക വിജ്ഞാനവും സഭയോടുള്ള വിശ്വാസവും പ്രതിബദ്ധതയും തനിക്ക് ശക്തിയും സഹായവും പ്രദാനം ചെയ്യുന്ന ദൈവത്തിന്റെ സഹായത്താൽ പുരോഹിതാർത്ഥി പ്രാർത്ഥനാപൂർവ്വം ഏറ്റുപറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥം, സഭയുടെ വിശ്വാസ പ്രമാണം, മാർപ്പാപ്പമാരുടെയും വിശുദ്ധ സൂര്യദിവസങ്ങളുടെയും പ്രബോധനങ്ങൾ എന്നിവയോടുള്ള പ്രതിബദ്ധത ഏറ്റുപറയുന്നു. വിശ്വാസ പ്രതിജ്ഞയുടെ രണ്ടാം ഭാഗത്ത് പരിശുദ്ധ പിതാവിനോടും വൈദിക മേലധ്യക്ഷനോടും അദ്ദേഹത്തിന്റെ പിൻഗാമികളോടുള്ള വിധേയത്വവും സ്നേഹവും പ്രഖ്യാപിക്കുന്നു. നമുക്കും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. അഭിവന്യ പിതാവെ, വലിയ പരിശീലനം പൂർത്തിയാക്കി അങ്ങയുടെ മുന്നിൽ നിൽക്കുന്ന ഈ സംസാര കോച്ചേരി ജോർജിന് പുരോഹിത പട്ടം നൽകി സഭയിലെ ശുശ്രൂഷക്കായി നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ദാസനെ അനുഗ്രഹിക്കുന്നു. അയോഗ്യനായ ഞാൻ സംസ്ഥാന ജോർജ് കോച്ചേരി അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപയാൽ മാർ ജേക്കബ് മെത്രാന്റെ മുമ്പാകെ കത്തോലിക്ക സത്യവിശ്വാസം ഏറ്റുപറയുന്നു. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും തുറന്നു പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈലികവും സാർവത്രികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സാധാരണമോ സാർവത്രികവുമായ പ്രബോധന അധികാരം വഴിയോ ഔദ്യോഗികമായി തീർപ്പ് കൽപ്പിക്കുക വഴിയോ തിരുസഭയിലൂടെ ദൈവികമായി വെളിപ്പെടുന്നതും നാം വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതുമായ എഴുതപ്പെട്ടതും പാരമ്പര്യത്തിലൂടെ കൈമാറ്റപ്പെട്ടതുമായ ദൈവവചനത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നവയെല്ലാം ഉറച്ച ബോധ്യത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് സഭ നിയതമായി നിർദ്ദേശിച്ചിരിക്കുന്ന എല്ലാ പ്രബോധനങ്ങളും ഞാൻ ദൃഢമായി സ്വീകരിക്കുന്നു. കൂടാതെ റോമിലെ മാർപ്പാപ്പയോ മെത്രാൻ സംഘമോ ഔദ്യോഗിക പ്രബോധന അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുന്നവ അവർ അവയെ നിയതമായി നിർവചിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അവയോടുള്ള വിശ്വാസപൂർവകമായ വിധേയത്വം പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഞാൻ ഏറ്റുപറയുന്നു. പത്രോസിന്റെ പിൻഗാമിയും സാർവത്രിക സഭയുടെ തലവനുമായ മാർപ്പാപ്പയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലീത്തായോടും അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുകയില്ലെന്നും ഞാൻ ഏറ്റുപറയുന്നു. അത്യുന്നതനായ ദൈവം എന്നെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതി. നിന്നിലുള്ള പാപഭാരം മുഴുവൻ എന്നേക്കുമായി വിശുദ്ധ നീക്കിക്കളയട്ടെ എന്ന മനോഹരമായ പ്രാർത്ഥനയോടുകൂടി
കാർമികൻ പൗരോഹിതാർത്ഥിയുടെ മുടി മുറിക്കുകയാണ്. പരിശുദ്ധ പൗരോഹിത്യം എന്ന ദൈവിക സ്ഥാനം സ്വീകരിക്കുന്നവർ പാപത്തോടും വ്യർത്ഥമായ ആഡംബരങ്ങളോടുമുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും നിർമ്മലമായ ഹൃദയത്തോടും പരിശുദ്ധമായ മനസ്സാക്ഷിയോടും കൂടി പരിഭാവനമായ ജീവിതം നയിക്കണമെന്നും തിരുസഭ മാതാവ് ഈ കർമ്മത്തിലൂടെ പുരോഹിതാർത്ഥിയെ അനുസ്മരിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ദൈവികമായ ഒരു കർമ്മമാണ്. ബലഹീനങ്ങളായ മനുഷ്യജനങ്ങളിലൂടെയാണ് അത് നിർവഹിക്കപ്പെടുക. പരിശുദ്ധവും പരിപാലനവുമായ ഈ കൂദാശ പരികർമ്മം ചെയ്യുവാൻ
തന്നെ ശക്തനാക്കണമേ എന്ന് പരമകാരുണികനായ ദൈവത്തോട് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. മഹോന്നതവും ശ്രേഷ്ഠവുമായ കർമ്മം പരികരണം ചെയ്യുവാൻ അഭിമന്യ പിതാവിനെ ശക്തനാക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പാപം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് പൗരോഹിത്യത്തെ പ്രദാനം ചെയ്യുന്നതുമായ ഈ ആധ്യാത്മിക ശുശ്രൂഷ അങ്ങയുടെ ശക്തിയാൽ ബലഹീനരാജ്യങ്ങളെ നിർവഹിക്കപ്പെടുകയും നിസ്സാരരാജ്യങ്ങൾ പരിപൂർണമാക്കപ്പെടുകയും ചെയ്യട്ടെ. ആധ്യാത്മിക ദാതാവും പിതാവും പരിശുദ്ധാത്മാവുമായ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠതയും മഹാത്മത്തെയും കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും പുരോഹിതാർത്ഥിയെയും നമ്മെ പ്രചോദിപ്പിക്കുന്നതാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാകാലം. ഈ സമയം പുരോഹിതാർത്ഥി തന്നെ താഴ്ത്തി വിനീതനാക്കി സാഷ്ടാംഗം പ്രണമിക്കുന്നു. പുരോഹിതനായ ബലിപീഠത്തെ സമീപിക്കുന്നതിന് മുൻപ് പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ പുരോഹിതാർത്ഥി 3 പ്രാവശ്യം വീതം കാനോന പ്രാർത്ഥനകളിടയിൽ സാഷ്ടാംഗം പ്രണമിച്ച് തന്റെ അയോഗ്യതയെയും കർത്താവിന്റെ കരുണയെയും ഏറ്റുപറയുന്നു. ദൈവദൂതന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന മഹോന്നത ദാനമാണ് ഒരു പുരോഹിതൻ പട്ടമേൽക്കുന്നതോടെ ഫലമേൽക്കുന്നത്. ദീർഘനാൾ കാത്തിരുന്ന ശേഷം കർത്താവിന്റെ ഭവനം ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഒരു ഭക്തന്റെ വിചാരങ്ങളും വികാരങ്ങളുമാണ് തുടർന്നു വരുന്ന 84-ാം സങ്കീർത്തനത്തിൽ നിറഞ്ഞു പോകുന്നത്. ദേവാലയം കേന്ദ്രമാക്കി ജീവിക്കേണ്ട പുരോഹിതാർത്ഥിയെ ദേവാലയത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റിയും ഈ ഗാനം അനുസ്മരിപ്പിക്കുന്നു. നമുക്ക് ഇരുന്നുകൊണ്ട് ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. സൈനികതയുമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. കർത്താവിന്റെ ഒന്നും കാണുവാൻ എന്റെ ആത്മാവ് ആശിച്ചു കാത്തിരുന്നു. അങ്ങയുടെ സഹായം ലഭിച്ചിട്ടുള്ളവരും
അങ്ങയുടെ അടുത്ത് ഒരു ദിവസവും ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. സഹായവും മഹത്വവും നൽകും. പരിശുദ്ധമായി ജീവിക്കുന്നവർക്ക് തന്റെ വരവ് നിഷേധിക്കില്ല. സ്ത്രീകന്മാരോട് അരുളി ചെയ്ത ഈശ്വരസിയായുടെ വചനങ്ങൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ലോകത്തിൽ ദൈവിക ചൈതന്യത്തിന്റെ രുചി പകരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്ന ഈ ഗീതം സഭാപിതാവായ നസ്സായിയുടെ വ്യാഖ്യാനത്തിൽ നിന്നുള്ളതാണ്. നിത്യകാലം നിലനിൽക്കുകയും രുചി പകരുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഉപ്പിന് ദൈവിക ഉടമ്പടിയുടെയും ദൈവിക ചൈതന്യത്തിന്റെയും പ്രതീകമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത്. ദൈവിക ഉടമ്പടിയുടെ ഉപ്പ് ചേർന്ന് ധാന്യങ്ങളെ അർപ്പിച്ച പഴയ നിയമ പൗരോഹിത്യത്തെയും നിങ്ങളുടെ വചനം ഉപ്പുകൊണ്ടെന്ന വണ്ണം കൃപയാൽ രുചികരമാക്കണമെന്ന് ബോധിപ്പിച്ച വിശുദ്ധ പൗലോസിന്റെ വചന പ്രഘോഷണ ശൈലിയെയും നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നതെന്ന നമ്മുടെ കർത്താവിശ്വസിച്ച ആഹ്വാനത്തെയും അനുസ്മരിപ്പിക്കുന്നതാണ് അടുത്തു വരുന്ന ഈ പ്രാർത്ഥനാ ഗീതം. ആധ്യാത്മിക
പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സുവിശേഷായിരിക്കും. അനുതാപത്തിന്റെയും പാപമോചനത്തിന്റെയും ദൈവവരപ്രസാദത്തിന്റെയും സ്വർഗത്തിലേക്ക് ഉയരുന്ന പ്രാർത്ഥനയുടെയും സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിശുദ്ധീകരണത്തിന്റെയും പ്രതീകമാണ് ധൂപാർപ്പണം. ബലിപീഠത്തെയും പുരോഹിതാർത്ഥിയെയും സമൂഹത്തെയും ധൂപിച്ചുകൊണ്ട് തിരുപ്പട്ട ശുശ്രൂഷയുടെ ആധ്യാത്മിക ഒരുക്കത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ധൂപാർപ്പണ സമയത്തെ പ്രാർത്ഥനയിൽ വൈദിക അണിയുന്ന നീതിയെയും വിശുദ്ധിയെയും സൂചിപ്പിക്കുന്ന സങ്കീർത്തന ഭാഗം പാടി പാപം ചെയ്യാതിരിക്കുവാനും ഹൃദയം കഴുകി നിർമ്മലമാക്കുവാനും അനുസ്മരിപ്പിക്കുന്ന ഈ ഗീതം ദൈവിക ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെടുന്നവർ കൈക്കൊള്ളേണ്ട നിരന്തര മാനസാന്തരത്തിന്റെയും നവീകരണത്തിന്റെയും ജീവിതത്തെ സൂചിപ്പിക്കുന്നു. അങ്ങയുടെ പുരോഹിതന്മാർ നീതിയും വിശുദ്ധന്മാർ മഹത്വവും ധരിക്കും. ഞങ്ങൾ അംഗീകരണത്തിന് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. ആകാശത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുള്ള വായന 61-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനെ വിലപിക്കുന്നവർ കർത്താവ് നമ്മെ പഠിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീരിന് പകരം പുഷ്പമാലയും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലകിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും. പൂർവാവശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കും. നശിപ്പിക്കപ്പെട്ട ജനനങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. തലമുറകളായുണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആധിപത്യങ്ങളെ നയിക്കും. പരദേശികൾ നിങ്ങളുടെ ഒഴിവുകാരും മുന്തിരി വെട്ടിയിരിക്കുന്നവരും ആകും. കർത്താവിന്റെ പുരോഹിതനെന്ന് നിങ്ങൾ വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ലജ്ജിതരായിരുന്നതിന് പകരം നിങ്ങൾക്ക് ഇരട്ടി ഓഹരി ലഭിക്കും. അവമതിക്ക് പകരം നിങ്ങൾ സന്തോഷിച്ചുല്ലസിക്കും. നിങ്ങളുടെ ദേശത്ത് ഇരട്ടി ഓഹരി നിങ്ങൾ സമ്പാദിക്കും. കാരണം കർത്താവായ ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു. കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു. വിശ്വസ്തയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും. അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. അവരുടെ പിൻതലമുറ ജനതകളുടെ ഇടയിലും സന്തതി രാജ്യങ്ങൾക്കിടയിലും അറിയപ്പെടും. കർത്താവിനാൽ അനുഗ്രഹീതമായ ജനമെന്ന് അവരെ കാണുന്നവർ ഏറ്റുപറയും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല പണിയുന്നത് പോലെയും വധു ആഭരണ ഭൂഷണിയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മസ്ഥിതികൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താലും അനുഗ്രഹത്താലും നിന്നെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിന്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിന്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ അജഗണത്തെ പരിപാലിക്കുകയും അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീഷ്ണതയോടെ ആയിരിക്കണം. അജഗണത്തിന്റെ മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്. സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിന്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. Hallelujah, hallelujah, hallelujah.
സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധിയോടെ അറിയിച്ച നമ്മുടെ കർത്താവ് ശിഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ ചെയ്തു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിൽ ഞാൻ അവനിൽ വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നാൽ എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്ന വഴി പിതാവ് മഹത്വപ്പെടുന്നു. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാൻ ചെയ്യുന്നതിന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എൻ്റെ പിതാവിന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അഭിമന്യ പിതാവിൻ്റെ സന്ദേശം ശ്രമിക്കുന്നതിനായി നമുക്കിരിക്കാം. കഥാവിൻ്റെ സ്നേഹമുള്ള വികാരിയാഴ്ച ബഹുമാന പ്രൊവിൻഷ്യൽ സെക്രട്ടറി സ്നേഹമുള്ള വികാരിയച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാർ, വാച്ച്മാൻ മക്കളെ, ഇന്ന് ഡിസംബർ 26 കേരളത്തിലെ പലയിടവുകളിലും പട്ടം കൊടുക്കുന്ന ദിവസമാണ്. ഈ ദിവസങ്ങളിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് പലയിടങ്ങളിലും പലയിടത്തായിട്ട് പട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപക്ഷെ ഈ പട്ടങ്ങളെല്ലാം ആദ്യജാതനായിട്ടാണ് കോച്ചച്ഛൻ പട്ടം സ്വീകരിക്കുന്നത്. നമുക്കൊക്കെ വല്ല സമ്മാനമൊക്കെ കിട്ടിക്കാണണം. ഏറ്റവും സുന്ദരമായ സമ്മാനം, ഏറ്റവും മനോഹരമായ സമ്മാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സമ്മാനം യേശുവാണ്. പിതാവായ ദൈവം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട യേശുവിനെ, തൻ്റെ മകനെ നമുക്ക് സമ്മാനമായി തരുന്നതാണ് ഏറ്റവും വലിയ സമ്മാനം. അതിനേക്കാൾ വലിയ സമ്മാനമില്ല, അതിനേക്കാൾ വലിയ സ്നേഹവുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ദിവസങ്ങളിൽ പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഇന്നലെ നമ്മുടെ ഇടയിലേക്ക് വന്ന് പിറക്കാനും വസിക്കാനുമായിട്ട് അയച്ചു തന്നിരിക്കുന്നു. നമ്മൾ പിതാവിന് എന്താണ് തിരികെ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുമ്പോൾ ഏകദേശം അതുപോലൊക്കെ കൊടുക്കണം. നമുക്കൊത്തിരി ഇഷ്ടമുള്ളത്, പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ കൊടുക്കണം. പിതാവിന് അത്യധികം ഇഷ്ടമുള്ള ഒരു മകനെയാണ്, അവിടുത്തെ പ്രിയപുത്രനെ നമുക്ക് തന്നപ്പോൾ നമ്മൾ അങ്ങോട്ടൊരു മകനെ കൊടുക്കുകയാണ്. നമുക്കിഷ്ടപ്പെട്ടവനെ മാതാപിതാക്കന്മാർ അദ്ദേഹത്തെ കൈവച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ചപ്പോൾ നമ്മളെല്ലാവരും കൂടി സമർപ്പിക്കുകയായിരുന്നു. നമ്മുടെ ഇടവകയുടെ പുത്രനെ, സ്നേഹിക്കപ്പെട്ട പുത്രനെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ വളരെ മനോഹരമായ സമർപ്പണം ഇവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിങ്ങനെ മകനെ സമർപ്പിക്കുമ്പോൾ യേശു സ്വീകരിക്കുന്ന ഒരു വിധമുണ്ട്. യേശുവിൻ്റെ കരങ്ങളിലേക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് യേശു നമുക്ക് തിരിച്ചു തരാറാണ് പതിവ്. പക്ഷെ തിരിച്ചു തരുമ്പോൾ അങ്ങോട്ട് കൊടുത്തതുപോലെയല്ല തരുന്നത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് 5 അപ്പവും 2 മീനും കൊടുത്തു നോക്കുകയും തിരിച്ച് ആ അപ്പം മുറിച്ച് 5 അപ്പവും 2 മീനുമാണ് തന്നത്. തിരിച്ചു തന്നപ്പോൾ അത് 5000 പേർക്കുള്ള ഭക്ഷണമായി വർദ്ധിപ്പിച്ചാണ് ഇങ്ങോട്ട് തിരികെ തന്നത്. ഒടുക്കത്തെത്താത്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അപ്പവും വീഞ്ഞും കൊടുത്തതുപോലെ കർത്താവ് മുറിച്ച് തിരിച്ചു തന്നത് വ്യത്യസ്തമായിട്ടാണ്. തിരിച്ചു തന്നപ്പോൾ
കർത്താവിൻ്റെ ശരീരവും രക്തവുമാക്കി തിരിച്ചു നിന്നു അപ്പവും വീഞ്ഞും കൊടുത്തപ്പോൾ അങ്ങനെ യേശു ഒന്നുകിൽ വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ മാറ്റും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇന്ന് നമ്മുടെ ജോർജ് മാഷിനെ കർത്താവിന് കൊടുക്കുമ്പോൾ കർത്താവ് എന്താ ചെയ്യുക? കർത്താവ് ചുമ്മാ തിരിച്ചു കൊണ്ട് തരികയല്ല. നമ്മളിവിടെ ഡീക്കന് സമർപ്പിച്ചു, പക്ഷേ തിരിച്ച് നമുക്ക് തരാൻ പോകുന്നത് ജോർജ് അച്ഛനെയാണ്, ഒരു വൈദികനാണ് തരാൻ പോകുന്നത്. അദ്ദേഹത്തെ മാറ്റിത്തരാൻ പോവുകയാണ്, വർദ്ധിപ്പിച്ചു തരാൻ പോവുകയാണ്. ഇത് മാത്രമല്ല, മാറ്റാവുന്നതിലേക്കും വലിയ മാറ്റമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അദ്ദേഹത്തെ യേശുവാക്കി മാറ്റി തൻ്റെ പ്രതിപുരുഷനാക്കി മാറ്റിയാണ് അത് തരാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ ജോർജ് മാഷൻ ജോർജ് അച്ഛനായി മാറും. മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം തിരുവോസ്തി എടുക്കും, വീഞ്ഞെടുക്കും, എന്നിട്ട് പറയും, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. സമയം വരുമ്പോൾ അദ്ദേഹം കുമ്പസാരം കൊണ്ടിൽ പോയിരിക്കും. നമ്മൾ പോയി പാപങ്ങൾ ഏറ്റു പറയും. എല്ലാം കേട്ട് കഴിഞ്ഞ് അദ്ദേഹം പറയും, നിൻ്റെ പാപം ഞാൻ മോചിച്ചിരിക്കുന്നു. അദ്ദേഹം മാമോസത്വത്തിൽ മാമോസ കൊടുക്കും, സ്ഥൈര്യലേപനം കൊടുക്കും. മക്കളെ വിവാഹത്തിൽ പുതിയ കുടുംബജീവിതം ആരംഭിക്കാൻ സഹായിക്കും. മരണസമയത്ത് അദ്ദേഹം അടുത്ത് നിന്ന് നമുക്ക് അന്തിമുദാസ്ഥാനം വരും. എല്ലാം അദ്ദേഹം ചെയ്യുകയാണ്. ആരും ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം ചെയ്യുന്നത്. യേശു ചെയ്യുന്നത് പോലെ, യേശു പറയുന്നത് പോലെ പറയുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, നിൻ്റെ പാവങ്ങളെ മോചിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ അദ്ദേഹം യേശു എങ്ങനെ പറയുമായിരുന്നു? അങ്ങനെ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സംശയമുണ്ടോ? ഇത് നമ്മുടെ പണ്ടത്തെ ജോർജ് മാഷനല്ലേ? ഈ പറയുന്ന പോലും സംഭവിക്കുന്നുണ്ടോ? അദ്ദേഹം വെറുതെ പറയുന്നേ ഉള്ളൂ എന്ന് നമുക്ക് വല്ലവർക്കും സംശയമുണ്ടോ? അദ്ദേഹത്തിന് ഇപ്പോൾ വെറുതെ കുമ്പസാരിച്ച് കഴിയുമ്പോൾ ഒരു വ്യക്തിയും അയ്യോ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടോ, എനിക്കൊരു സംശയമാണെന്ന് പറഞ്ഞ് പോവുകയില്ല. എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ജോർജ് അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം യേശുവിൻ്റെ നാമത്തിലാണ് എല്ലാം ചെയ്യുന്നത്. വാറ്റിക്കൻ കൗൺസിൽ വലിയതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? എ പ്രീസ്റ്റ് ആക്ട്സ് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. സുന്ദരമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു വൈദികൻ ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ ശിരസ്സായ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നത് അച്ഛനാണെന്ന് തോന്നുമെങ്കിലും യേശുവാണ് അവിടുന്ന് അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രീസ്റ്റ് ആക്ട്സ് ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. എത്ര വലിയൊരു ദാനമാണ് ദൈവം അദ്ദേഹത്തിന് കൊടുക്കുന്നത്. നമ്മൾ കൊടുത്തത് ഇതുപോലെ മാറ്റത്തിൽ ആര് വിചാരിച്ചു? അങ്ങനെയാണ് കർത്താവിൻ്റെ കൃപ. അങ്ങനെയൊക്കെയാണെങ്കിലും കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തിക്കുന്നയാൾ ആരാണ് നമുക്കറിയാം. നിങ്ങളെയും എന്നെയും പോലെ ബലഹീനതകളും പോരായ്മകളൊക്കെ ഒരു വ്യക്തിയാണ്. അദ്ദേഹവും മനുഷ്യനാണ്. പ്രധാന പുരോഹിതനെക്കുറിച്ച് പ്രാലേഖനം പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രധാന പുരോഹിതൻ ബലികളും കാഴ്ചയും അർപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം താൻ തന്നെ ബലഹീനനായതുകൊണ്ട്, പാപിയായതുകൊണ്ട് തനിക്ക് വേണ്ടി തന്നെയും ബലി അർപ്പിക്കേണ്ടിയിരിക്കുന്നു. നോക്ക്, ഒരു പ്രധാന പുരോഹിതനാണ്, പക്ഷേ ബലിയർപ്പിക്കപ്പെടുമ്പോൾ തനിക്ക് വേണ്ടിയും ബലിയർപ്പിക്കപ്പെടണം. അദ്ദേഹം പാപിയും ബലഹീനനുമാണ്. എന്തുകൊണ്ടാണ് ദൈവം ഈ പാപിയും ബലഹീനനുമായൊരു വ്യക്തിയെ പ്രധാന പുരോഹിതനാക്കിയിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. അത് ആ പ്രധാന പുരോഹിതൻ അജ്ഞരോടും വഴിതെറ്റിപ്പോയവരോടും കരുണ കാണിക്കണം. അദ്ദേഹത്തിന് വീഴ്ച ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് കരുണ കാണിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമെന്ന് പറയുന്നത് ഒത്തിരി വലിയ പുണ്യപൂർവ്വത്തിലെത്തിയ മനുഷ്യരൊന്നുമല്ല. കരുണ കാണിക്കുന്നവരെ, യേശുവിനെ പോലെ മറ്റുള്ള കരുണ കാണിക്കുന്നത്, അവരെയാണ് ദൈവത്തിന് ഇഷ്ടം. അതാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഈയൊരു ഉന്നതത്തിൽ ഉയർത്തപ്പെട്ട വ്യക്തിയെ പിന്നെയും ദൈവം ബലഹീനനും പാപിയുമായിട്ട് സൂക്ഷിക്കുന്നു. എങ്കിലേ അജ്ഞരോടും വഴിതെറ്റിപ്പോരോടും കരുണ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾ വൈദികനായെന്ന് വിചാരിച്ച് ഇനി ഒരു പ്രശ്നങ്ങളും ഇല്ലെന്നുള്ളതല്ല, നേരെ മറിച്ച് അദ്ദേഹം തൻ്റെ ആ ബലഹീനമായ വ്യക്തിത്വത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ദൈവം തിരഞ്ഞെടുക്കുന്നത് അങ്ങേയറ്റത്തെ യോഗ്യതകളൊന്നുമല്ല. ദാവീദിനെ തിരഞ്ഞെടുത്ത് രാജാവിനെ തിരഞ്ഞെടുക്കേണ്ടി വന്നപ്പോൾ സാമുവേലിനോട് പറഞ്ഞു, നീ പോയി ജെസ്സയുടെ ഒരു മകനെ രാജാവായി വാഴിക്കണം. ആരാണെന്ന് ഇപ്പം പറയുന്നത്? അവിടെ ചെല്ലുമ്പോൾ പറയും.
സാമൂഹ്യ പ്രഗത്ഭനായ ദീർഘദർശി അന്നത്തെ നേതാവാണ്. സാഹിത്യമെടുത്തുകൊണ്ട് അദ്ദേഹം ജെസ്സിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ജെസ്സിയോട് പറഞ്ഞു, നിൻ്റെ മക്കളെ കൊണ്ടുപോവാ, നിൻ്റെ മക്കൾ ഒരാളെ രാജാവെ അഭിഷേകിക്കാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അഭിഷേകിക്കാൻ പോവുകയാണ്. അപ്പോൾ ജെസ്സിയെ അപ്പൻ പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി വെളുപ്പാക്കി ഈ പ്രവാചകർ കൊണ്ടുവരികയാണ്. ആദ്യത്തെ ആൾ ഏലിയാവ്, കണ്ടാൽ രാജാവിനെ പോലെ ഇരിക്കുന്നു, ആജാനുബാഹു. അപ്പോൾ നമ്മുടെ സാമുവേൽ വിചാരിച്ചു, ഈ മനുഷ്യനെ ആയിരിക്കണം ദൈവം രാജാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സഹിത്തൊഴിച്ചവരെ അവനെ അഭിഷേകിച്ച് രാജാവാക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, അവനെയല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവനെ മാറ്റി നിർത്തും. അമിനാദാബ് അടുത്തയാണ്, അവനും ഇതുപോലെ പ്രഗത്ഭനായ മനുഷ്യൻ, അവനായിരിക്കുമെന്ന് വിചാരിച്ചു. അപ്പോഴും ദൈവം പറഞ്ഞു, അവനെയല്ല ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് 7 പുത്രന്മാരെ തോന്നി, പക്ഷേ ദൈവം മാറ്റി നിർത്തിച്ചു. പിന്നെ അവൾ മക്കളെ കാണാനുമില്ല. അപ്പോൾ ഈ പ്രവാചകൻ ചോദിക്കുകയാണ്, ഇനി നിനക്ക് മക്കളൊന്നുമില്ലയോ? അപ്പോൾ ഈ അപ്പൻ പറയുകയാണ്, എനിക്കൊരു മകൻ കൂടിയുണ്ട്, ഏറ്റവും ഇളയ മകനാണ്. അവൻ ആടുകളെ മേയ്ക്കാനൊക്കെ പോയിരിക്കുക. അവനെ വിളിക്കണമെന്ന് പോലും അപ്പന് തോന്നിയില്ല. ആരെങ്കിലും മക്കൾ ഒരാളെ രാജാവായി വാഴിക്കുന്നുണ്ടെങ്കിൽ ഏതായാലും ദാവീദിനെ ആയിരിക്കില്ല, അവൻ കൊച്ചൻ, അവനെ കൊള്ളുകയില്ല എന്ന് വിചാരിച്ച് സ്വന്തം അപ്പൻ ഈ മകനെ വിളിക്കുന്നു പോലുമില്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞു, അവനെ കൊണ്ട് വിളിച്ചിട്ട് വന്നിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വന്നു. ഒറ്റ നോട്ടം ദൈവം പറഞ്ഞു, ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഇവനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത, കഴിവില്ലാത്ത ആ ഇളയ മകനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത്ര തന്നെ. ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുന്നത് കഴിവുണ്ടായിട്ടൊന്നുമല്ല. തിരഞ്ഞെടുക്കുന്നവർ ദൈവം കഴിവ് കൊടുക്കുന്നു. കഴിവുള്ളവനെ എടുക്കുന്നതിന് പകരം ഇല്ലാത്തവനെ എടുത്ത് കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഞങ്ങളൊക്കെ വൈദികരൊക്കെ എന്തൊക്കെയോ കഴിവുണ്ടായിട്ടൊന്നും വൈദികരായതൊന്നുമല്ല. കഴിവില്ലാത്തവർ ദൈവം കഴിവ് തന്ന് അങ്ങനെ നടത്തിക്കൊണ്ടു പോവുകയാണ്. നമ്മുടെ ജോർജ് ഇതുപോലെ സ്വന്തം കഴിവുകളെ ആശ്രയിച്ചില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും പറ്റില്ലെന്ന് കർത്താവ് ദൈവം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നീ എന്നിൽ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ധാരാളം ഫലം പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ നിന്നെ കൊണ്ടൊന്നിനും കൊള്ളുകയില്ല. ഇങ്ങനെ പറഞ്ഞാക്കിയിരിക്കുന്നത്. അപ്പോൾ ജോസഫ് മാഷൻ കർത്താവിൻ്റെ ശക്തിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു നല്ല പുരോഹിതനായി തീരണം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയൊരു കാലഘട്ടമല്ല, നമുക്കറിയാം. ഒത്തിരി വിമർശനങ്ങളൊക്കെ വരുന്നു. പിന്നെ പൊതുവേ നമ്മുടെ സമൂഹം ഉപഭോഗ സംസ്കാരത്തിൻ്റെ സമൂഹമാണ്, ഒരു ഹെഡനിസ്റ്റിക് സൊസൈറ്റിയാണ്. എന്തുമാത്രം സുഖം അനുഭവിക്കാമോ അത്രയും സുഖം അനുഭവിക്കുന്നത് താനെയാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്യാതെ പണം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സമൂഹമാണ്. സ്ഥാനത്തിനും മാനത്തിനും പുറകെ പോകുന്ന ഒരു സമൂഹമാണ്. പണ്ടൊരു ആർച്ച് ബിഷപ്പ് യോഗിയുള്ള അമേരിക്കയിലെ സമൂഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അമേരിക്കൻ സമൂഹം ഈശ്വരനെ നിഷേധിക്കുന്ന ഒരു സമൂഹമാണെന്ന് പറയാൻ പറ്റില്ല. ദൈവമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നീശത്വമുള്ള സമൂഹമല്ല. പക്ഷേ അവരുടെ ജീവിതം ദൈവമില്ലെന്നുള്ള സങ്കല്പത്തിൽ ജീവിക്കുന്നവരാണ്. പ്രാക്ടിക്കലായിട്ട് അവരുടെ ജീവിതം നിരീശ്വരത്വമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, എന്ന് പറഞ്ഞതുപോലെ ഏകദേശം ഒരു സമൂഹം നമ്മുടെ ഇവിടെയൊക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമുണ്ട്, പക്ഷേ ഇല്ലാത്തതുപോലെ ജീവിക്കുക, ലോകത്തിന് താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇങ്ങനെയൊരു സമൂഹത്തിൽ ജീവിച്ച് മുന്നോട്ട് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഒഴുക്കിനെതിരായിട്ട് നീന്തേണ്ട ഒരു സമൂഹമാണിത്. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജോസഫ് മാസ്റ്റർ വൈദികരാകാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വീകരിക്കാം. അദ്ദേഹത്തിൻ്റെ പൗരവും ഏറ്റവും വിജയപ്രദമാകട്ടെ എന്ന് ആശംസിക്കാം. നമ്മുടെ MCBS സഭ ഏറ്റവും കൂടുതൽ ദൈവവിളിയുടെ സഭയാണ് MCBS സഭ. അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക്, കുഞ്ഞുങ്ങൾക്കൊക്കെ ആ സഭയെ ഇഷ്ടമാണെന്നുള്ളതാണ്. അത് മറ്റൊരു നല്ല സാക്ഷ്യം കൊടുക്കുന്നൊരു സഭയാണ്, ആധ്യാത്മികതയൊരു സഭയാണ്. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ധാരാളം ദൈവവിളികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടവിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. നമുക്കൊത്തിരി സന്തോഷമുള്ള സഭയ്ക്കെല്ലാം നന്മകളും നേരുകയും ചെയ്യാം. അവസാനമായിട്ട് ഒറ്റ കാര്യം ഞാൻ നിർത്തിക്കൊള്ളാം. ശമാശ്വരി ഒരു ഉപദേശം ഞാൻ സാധാരണ കൊച്ചന്മാർക്ക് പട്ടം കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഞാൻ ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ ഈ അൾത്താരിയിൽ അദ്ദേഹം പ്രധാന കാർമ്മികനായിട്ട് ഇവിടെ വന്ന് നിൽക്കും, മുഖ്യ കാർമ്മികനായിട്ട് കുർബാന അർപ്പിക്കും. എന്നിട്ട് കുർബാനയൊക്കെ വളരെ മനോഹരമായിട്ട് അർപ്പിച്ച്
അദ്ദേഹം ഈ താലിൽ ചുംബിച്ചിട്ട് പോകും. നമ്മളൊക്കെ പറയാനുള്ള വാക്ക് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിൻ്റെ ഗൗരവമേ സ്വസ്തി, ഇതിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങൾ വർദ്ധിക്കും പാവലോസിന് കാരണമാകട്ടെ. എന്നിട്ട് ദൈവം അവസാനം ഒരു വാചകം പറയും, ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നെനിക്ക് അറിയൂടാ. വല്ലാത്തൊരു വാചകമാണത്. ഇനി അച്ഛൻ നാളെ വരുമോ, ഇനി ഒരു പ്രാവശ്യം കൂടി വരും, ആർക്കറിയാം. ഒരു പക്ഷേ ഇത് അവസാനത്തെ ബലി, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബലിയായിരിക്കുമോ? ആദ്യത്തേതാണ്, ഒരു പക്ഷേ അവസാനത്തേതാണെന്ന് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുകയാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇനി ഒരു ബലി അർപ്പിക്കാൻ വരുമോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും നമ്മുടെയൊക്കെ താല്പര്യം അച്ഛൻ നാളെയും വരണം, പല ദിവസങ്ങൾ വരണം, അനേക വർഷങ്ങൾ അദ്ദേഹം വരണം, കുർബാന അർപ്പിക്കണം. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളാണ്. അങ്ങനെയാകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു സത്യം ഇനി വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബലിയാണ്. അത് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ബലിയാണ്. കാരണം സ്വന്തപ്പെട്ടവരെല്ലാവരും കൊണ്ടൊരു ബലിയാണിത്. സ്വന്തം ഇടവയിൽ സ്വന്തം ജനത്തിൻ്റെ ബന്ധുക്കളുടെ എല്ലാം അദ്ദേഹത്തിനോട് കുർബാന അർപ്പിക്കുക വലിയ സന്തോഷമാണ്. ഇതുപോലൊരു ബലി ജീവിതത്തിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ കണ്ടെന്ന് വരും, പക്ഷേ ഇതുപോലുള്ള ആളുകൾ കിട്ടാൻ പോകുന്നില്ല. അവിടെ വളരെ പ്രത്യേക ബലിയാണ്. ഈ ബലി സന്തോഷത്തോടെ അദ്ദേഹം അർപ്പിക്കുന്നു, വളരെ വിശുദ്ധിയോടുകൂടി അർപ്പിക്കുന്നു. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഓരോ ബലിയും ആദ്യത്തെ ബലി പോലെ അവസാനത്തെ ബലി പോലെ അദ്ദേഹം അർപ്പിക്കണം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഈ ബലിയേക്കാൾ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബലി. ബലിക്ക് വ്യത്യാസമുണ്ടായിട്ടല്ല, അത് ആധ്യാത്മിക വ്യത്യാസമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കാറസൂസ പ്രാർത്ഥനയിൽ ഒപ്പിച്ചാണ്. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രക്ഷകൻ പരിപാലകനും സകലത്തിലെ ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമസ്ത ലോകത്തിന്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ തലവൻ പിതാവുമായ മാർത്തോസമസ്താപനത്തായുടെയും ഞങ്ങളുടെ അധ്യക്ഷനായ മാർത്തോസമസ്താപനത്തായുടെയും ഞങ്ങളുടെ അധ്യക്ഷ പിതാവുമായ സുസ്രാന്റെയും സെക്രട്ടറിത്തായുടെയും അവരുടെ സഹശുശ്രൂഷകളുടെ ക്ഷേമത്തിന് വേണ്ടിയും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ വൈദികാർത്ഥിക്ക് വേണ്ടി കർത്താവേ സഹോദരന്റെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുഗമിക്കുവാനും എല്ലാത്തിനും ഉപരിയായ തീവ്രമായി സ്നേഹിക്കുവാനും മാർപ്പാപ്പയ്ക്കും മെത്രാന്മാർക്കും വിധേയനായ സഭാസേവനം അനുഷ്ഠിക്കുവാനും ലോകത്തിൽ നിന്നും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ശിഷ്യന്മാരുടെ അടയാളമായ സഹോദര്യം പുലർത്തുവാനും ശാന്തനത്തിന്റെ ഹൃദയമായ വേണ്ടത് പഠിക്കുവാനും നല്ല ഇടയനായ അങ്ങയെ പോലെ അച്ചടനത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യുവാനും അങ്ങയുടെ ജീവൻ സമൃദ്ധമായ എല്ലാവർക്കും പകർന്നു കൊടുക്കുവാനും അഭിമാനം കൊള്ളുവാനും ലോകം മുഴുവനും അങ്ങയുടെ സുവിശേഷത്തെ കടത്തുവാനും എല്ലാവരെയും അങ്ങേക്കായി നേടുവാൻ വേണ്ടി എല്ലാവർക്കും എല്ലാമായി തീരുവാനും ലോകത്തിലെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ജീവിതം നയിക്കുവാനും പിടിക്കുവാനും അങ്ങയുടെ അച്ചടനത്തിൽ ഉൾപ്പെടാത്തവരെയും നല്ലയിടയനായ ഇടപെടലേക്ക് അറിയിക്കുവാനും ക്ലേശിതർക്കും ദുഃഖിതർക്കും നല്ല സമയക്കാരനായിരിക്കുവാനും അവശനെയും അനീതി അനുഭവിക്കുന്നവരെയും ഉദ്ധരിക്കുവാനും പ്രതിസന്ധിക്കേണ്ടി വരുമ്പോൾ അതിന്റെ ആനന്ദം കൊള്ളുവാനും ലോകത്തിൽ അങ്ങേക്കുള്ളവരെ അവസാനം വരെ സ്നേഹിക്കുവാനും നമുക്കെല്ലാവർക്കും
വഴി ഞങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളുന്നത് അങ്ങേദാസന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശമായിരിക്കണമേ. സഭാ ശുശ്രൂഷയിലാണെന്ന് കണ്ടെത്തുവാനും അങ്ങയുടെ വിശ്വസ്തയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാനും ഇയാൾക്ക് കൃപ നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി തിരുപ്പെട്ട ദാന ശുശ്രൂഷയുടെ സുപ്രധാന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. പട്ടു ശുശ്രൂഷയിലെ പ്രധാന കർമ്മക്രമങ്ങളുമായി ബന്ധിപ്പിക്കുന്ന 4ാം കാലന പ്രാർത്ഥനയാണ് അടുത്തു വരിക. സ്വർഗത്തിൽ നിന്നും ദൈവകൃപ സ്വീകരിക്കാനുള്ള പുരോഹിതാർത്ഥിയുടെയും കർത്താവിന്റെ ശുശ്രൂഷയായ രംഗത്തിന് വേണ്ടി പ്രാർത്ഥനാ മനോഭാവത്തോടെ നിലകൊള്ളുന്ന ആരാധനാ സമൂഹത്തിന്റെയും പ്രാർത്ഥനകളാണ് ഇനി തുടർന്ന് വരുന്ന ഗീതങ്ങളും പ്രാർത്ഥനകളും പ്രതിഫലിപ്പിക്കുക. കർത്താവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയും കർത്തൃ കരുണ ലഭിക്കുന്നതിനുവരെ ഏകാചരിച്ചിതരായി കണ്ണുകൾ കർത്താവിനെ തന്നെ നോക്കിയിരിക്കുകയും ചെയ്യുന്നു എന്ന് പാടുന്ന 122ാം സങ്കീർത്തനം ആരംഭിച്ചുകൊണ്ട് ഈ ദൈവിക പദ്ധതി നിർവഹിക്കപ്പെടുന്നതിന് തന്നെ ശക്തനാക്കണമേ എന്ന് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവരെ അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ശുശ്രൂഷ പൗരോഹിത്യം ഈ ദാസന് നൽകുവാനായി പരിശുദ്ധാത്മാവെ വേഗം കറന്നിറങ്ങണമേ എന്ന ഹൃദയസ്പർശിയായ ഗാനമാണ് തുടർന്ന് ആരംഭിക്കുന്നത്. മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പദവി ഈ ദാസന് നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് ദൈവജനം ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പുരോഹിതൻ അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ ഒന്നൊന്നായി ഏറ്റുപറഞ്ഞുകൊണ്ട് അവയുടെ വിശിഷ്ടമായ നിർവഹണത്തിന് പരിശുദ്ധാത്മാവിന്റെ കൃപകൾ ധാരാളമായി നൽകണമേ എന്ന് നമുക്ക് മുട്ടുകുത്തി നിന്നുകൊണ്ട് ഏകസ്വരത്തിൽ ഭക്തിപൂർവം പ്രാർത്ഥിക്കാം. Oh
തിരുപ്പെട്ടദാന ശുശ്രൂഷയുടെ കൂദാശ ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹംസതണിയും അധികാര ചിഹ്നങ്ങളും ധരിച്ച് കാർമികൻ പുരോഹിതാർത്ഥിയെ സമീപിക്കുന്നു. പുരോഹിതാർത്ഥി ഇരുമുട്ടുകളും കുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നു. രണ്ട് മുട്ടുകളും കുത്തുന്നത് 2 നാണയങ്ങൾ അഥവാ 2 നാണയങ്ങൾ സ്വീകരിക്കുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ്. ബലി അർപ്പിക്കുക, മാമോദീസ നൽകുക എന്നീ 2 പുരോഹിത കർത്തവ്യങ്ങളെയാണ് 2 നാണയങ്ങൾ സൂചിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വിളിക്കുവാൻ, ആശീർവാദം നൽകുവാനും ആധ്യാത്മിക സന്താനങ്ങൾക്ക് ജന്മം നൽകി അവരെ ദിവ്യഭോജനം കൊണ്ട് പോറ്റുവാനും അധികാരവും കൃപാവരവും ലഭിക്കുന്നു എന്ന് വ്യക്തമാക്കാനാണ്. പരിശുദ്ധമായ തിരുക്കർമ്മം നിർവഹിക്കുവാൻ അഭിമന്യ പിതാവിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പിതാവിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കുറവുകളെ സദാ പരിഹരിക്കുന്ന നമ്മൾ കർത്താവായ ശിഹായുടെ കൃപ പിതാവായ ദൈവത്തിന്റെ സമൃദ്ധിയോടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ എപ്പോഴും നമ്മോട് തുണ്ടായിരിക്കട്ടെ. ഭയഭക്തിജനകവുമായ ശുശ്രൂഷ ബലഹീനമായ എൻ്റെ കരങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കായി പൂർത്തിയാക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കൈവെപ്പുകളിൽ തുടർന്ന് വരുന്ന 2 കൈവെപ്പ് പ്രാർത്ഥനകളോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജോർജ് കോച്ചേരിൽ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെടുകയാണ്. കാർമിക വിടുതൽ യാചനാരൂപത്തിൽ നീട്ടിപ്പിടിക്കുന്നത് ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ എന്ന യാചനയെയാണ് സൂചിപ്പിക്കുക. വലതുകരം പുരോഹിതാർത്ഥിയുടെ മേൽ ഉയർത്തിപ്പിടിക്കുന്നത് സത്യാത്മാവ് ഇയാളുടെ മേൽ ദൈവിക ദാനങ്ങൾ വർഷിക്കട്ടെ എന്ന് സൂചിപ്പിക്കുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന സ്ലൈംഗിക അധികാരം ഉപയോഗിച്ച് തിരുസഭയിൽ മിശിഹായുടെ പുരോഹിതനാകാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും ദൈവസുതന്റെ അനുഗ്രഹത്താലും പൗരോഹിത്യ ശുശ്രൂഷയുടെ നിർവഹണത്തിന് പരിപൂർണനാക്കണമേ എന്ന് അഭിമന്യ പിതാവ് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വൈദികാർത്ഥിയുടെ നെറ്റിൽ പിറകോട്ടും വലത്തത് നിരത്തോട്ടും ക്രൂശ് ചെയ്യുന്നു. തിരുവചനം പ്രഘോഷിക്കുവാൻ രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുന്നതിന് പാപം മോചിക്കുവാനും അധികാരം നൽകണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വൈദികാർത്ഥിയെ ക്രൂശ് ചെയ്യുന്നു. ദൈവത്തിന്റെ അനന്ത സ്നേഹം മഹാത്ഭുതം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളിൽ ഈ സഹോദരന് വേണ്ടി നമുക്കും തീക്ഷ്ണമായി പ്രാർത്ഥിക്കാം. അങ്ങനെ വിശ്വസിൽ മധ്യസ്ഥരായ നിയോഗിച്ചിരിക്കുന്നു. ഇത് അങ്ങനെ വിശ്വസിലെ ശുശ്രൂഷകൾക്ക് ആധ്യാത്മിക ശുശ്രൂഷ നാളെകൾ നിന്റെ നാമത്തിന്റെ നൽകുന്നതിന് വേണ്ടിയാണല്ലോ. കർത്താവേ, ഗൗരവത്തിന്റെ ശുശ്രൂഷ കഴിയുമ്പോഴേ ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സൈനിക പാരമ്പര്യമനുസരിച്ച് അങ്ങയുടെ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതരായി നിയമിക്കുന്നതിനും ഈ ദാസനും അങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരും ഇയാളുടെ മേൽ നൽകി വന്ന് അവിടെ യാതൊരു തന്നെയായ ഇയാൾക്ക് ഏൽപ്പിക്കപ്പെടുന്ന പൗരോഹിത്യ ശുശ്രൂഷകൾക്കായി ഇയാളെ പരിപൂർണമാക്കട്ടെ. അങ്ങേക്കും അങ്ങയുടെ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും അതിൻ്റെയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അത്യുന്നതങ്ങളിലേക്ക് നിങ്ങൾ കണ്ണുകളുയർത്തി കാരണവാനായ ദൈവത്തോട് അനുഗ്രഹം യാചിക്കുകയും ദൈവത്തിന്റെ സഭയിൽ പുരോഹിതനായി പട്ടം നൽകപ്പെടുവാൻ നിയുക്തനായിരിക്കുന്ന ശംസാന
കോച്ചേരി ജോർജിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ആകാശത്തെയും ഭൂമിയുടെയും സ്ഥലത്തിൻ്റെയും സൃഷ്ടാവേ, അങ്ങ് സഭയെ തിരഞ്ഞെടുക്കുകയും വിശ്വസിക്കുകയും ശുശ്രൂഷ നിർവഹണത്തിന് സഭാകാലത്തിന് നിർവഹിക്കുമായി പ്രവാചകന്മാരെയും സ്ത്രീമാരെയും പ്രബോധകന്മാരെയും പുരോഹിതന്മാരെയും നിയോഗിക്കുകയും ചെയ്തു. സൈനികളുടെ കാര്യവും സർവലോകരാജാവേ, അങ്ങയുടെ ഈ ദാസനെ പാർക്കണമേ. പരിശുദ്ധാത്മാവാസം വഴി ഈ ദാസനെ വിശുദ്ധമായ തിരഞ്ഞെടുപ്പിലൂടെ വേർതിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമേ. സത്യത്തിന് വരുന്ന പ്രസവത്തിന് വേണ്ടി വരും ഇയാൾക്ക് നൽകണമേ. കർത്താവേ, ശക്തനായ രോഗികളുടെ മേൽ കൈവച്ച് അവരെ സുഖപ്പെടുത്തുന്നതിന് തിരുസഭയിൽ അങ്ങേക്ക് പ്രാർത്ഥിക്കുന്നതിനായി അർപ്പിച്ചുകൊണ്ട് പരമാർത്ഥതയോടുക്കുന്ന സാക്ഷിയോടുകൂടി അങ്ങയുടെ വിശുദ്ധ ശുശ്രൂഷിക്കുന്നു. കഥായുടെ ഭാഗത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്നതിലൂടെ മോചനത്തിന് വേണ്ടി പാപമോചനമായ സമ്പുട്ടി അങ്ങയുടെ കാര്യത്തിൽ ശക്തിയായി ആശീർവദിക്കുന്നതിനും അങ്ങയുടെ ജനത്തിൽ പാപമോചനം നൽകുന്നതിനും സഭയുടെ നാമത്തിൽ വിവാഹം ആശീർവദിക്കുന്നതിനും അങ്ങയുടെ പരിശുദ്ധനാമത്തിന് സ്തുതിക്കായി വിശുദ്ധ സഭയുടെ സംസ്ഥാനങ്ങളിൽ പുണ്യപ്രവൃത്തികൾ അനുകരിക്കുന്നതിനും അങ്ങയുടെ തിരുവോപരിയാൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് പ്രതിഫലമായി വരാനിരിക്കുന്ന ലോകത്തിൽ പ്രസന്നവനായിരിക്കുന്നതിനും അങ്ങയുടെ ഏകാന്തകൃപയും അനുഗ്രഹവും വഴി അങ്ങയുടെ മഹത്വത്തിന് ഭയപ്രത്യേകമായ സിംഹാസനത്തിന് മുമ്പാകെ പ്രത്യാശ പുലർത്തുന്നതിനു വേണ്ടി ഇയാളെ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണമേ. അങ്ങേക്ക് ദൈവത്തിനും പരിശുദ്ധാത്മാവും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇതാ കർത്താവിന്റെ പുരോഹിതൻ തിരുസഭയ്ക്കും പുഷ്പഗിരിക്കും ഒരു നവവൈദികൻ. ജീവനായകവും ദൈവികവുമായ ദിവ്യരഹസ്യങ്ങളെ പരികർമ്മം ചെയ്യാൻ മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ അവകാശം ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കോച്ചേരി അച്ഛൻ അഭിമന്യ പിതാവ് നവവൈദികനെ ഇപ്പോൾ പൗരോഹിത്യത്തിന്റെ തിരുവസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു. മിശിഹായുടെ ദൈവത്തെ സൂചിപ്പിക്കുന്ന കുത്തിനായി സേവന സന്നദ്ധതയെയും സത്യം, നീതി, വിശ്വസ്തത മുതലായി സൂചിപ്പിക്കുന്ന കുത്തിനടങ്ങിയ ധരിക്കുന്ന അരക്കെട്ട് സൂനാറയും ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ പ്രതീകമായ ഊറാറയും അണിഞ്ഞിരിക്കുന്ന നവവൈദികനെ അഭിമന്യ പിതാവിപ്പോൾ നീതിയുടെ വസ്ത്രവും ഇടയ ധർമ്മത്തിന്റെ പ്രതീകവുമായ കാപ്പയും കൈകളിൽ അണിയുന്ന സന്ധ്യയും ധരിപ്പിക്കുന്നു. നമുക്ക് ശാന്തമായി നിന്നുകൊണ്ട് ഈ തിരുക്കരണങ്ങളിൽ പങ്കുചേരാം. ഭൂമിയിൽ നിന്റെ ജീവിതകാലം മുഴുവൻ നായകത്തോടും പ്രതീക്ഷിച്ചതിനും വിശ്വസിയോടുകൂടി തന്നെ പ്രീതിപ്പെടുത്തുവാൻ കടകർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ദൈവവചനം പ്രസംഗിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അധികാരപ്പെടുത്തുന്നതാണ് മിശിഹായുടെ നിത്യ പൗരോഹിത്യം. ഇത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അഭിമന്യ പിതാവ് നവവൈദികന് വിശുദ്ധ ഗ്രന്ഥം നൽകുന്നു. തുടർന്ന് നവവൈദികന്റെ നെറ്റിയിൽ റോഷന ചെയ്യുകയും തനിക്കുള്ള സ്നേഹവും വാത്സല്യവും പ്രകടമാക്കുവാൻ അദ്ദേഹത്തിന്റെ ശിരസിൽ ചുംബിക്കുകയും ചെയ്യുന്നു. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് സുവിശേഷം പ്രഘോഷിക്കുന്നു. സുവിശേഷത്തിലെ ഈശോ നിന്റെ സത്യവും ഈശോ സുവിശേഷം നിന്റെ ജീവിതവുമായിരിക്കട്ടെ.
തിരുസഭയിൽ പൗരോഹിത്യകർമ്മത്തിനായി ജോർജ് കോച്ചേരി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ബന്ധിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും പാത്രീകരിക്കുകയും പരിമിതപ്പെടുകയും ചെയ്യും. ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്താൽ ദൈവജനത്തെ പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനുമായി നമ്മുടെ നിന്ന് ഒരാൾ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹാദാനം സ്വീകരിച്ച വ്യക്തിയിൽ ദൈവാനുഗ്രഹം നിരന്തരം വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്തു വരുന്ന പ്രാർത്ഥനാകാലത്തിൽ. കർത്താവേ, ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. അർഹതയാകനാൽ നയിക്കപ്പെട്ട നവവൈദികൻ ആദ്യം ബലിപീഠത്തിന്റെ വലതുവശവും പിന്നെ ഇടതുവശവും ചുംബിക്കുകയും
അഭിമന്യ പിതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുന്നു. കർത്താവിനെ ആത്മാർത്ഥമായി വിളിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. ഇതാ സാഹോദര്യത്തിന്റെയും സന്തോഷത്തിൻ്റെതുമായ നിമിഷം. ഇന്നത്തെ തിരുഗ്രന്ഥങ്ങളിൽ പങ്കെടുത്ത വൈദികനം മുഴുവനും തങ്ങളുടെ സമൂഹത്തിലേക്ക് പുതുതായി ചേർക്കപ്പെട്ട നവവൈദികനെ ചുംബിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്നേഹനിർഭരമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനാ നിർഭരമായ ആശംസകളും അർപ്പിക്കുന്ന സമയമാണ്. വൈദികൻ ഈ സമയം അൾത്താരയിലേക്ക് കടന്നു വന്ന നവവൈദികന് ആശംസകൾ അറിയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.
മിശിഹായുടെ ദാസനും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥനെന്ന നിലയിൽ ദൈവത്തിനും ദൈവജനത്തിനും സേവനമനുഷ്ഠിക്കുന്നതിനും സഭയിലെ വിശ്വസ്ത ശുശ്രൂഷകനായി ജീവിക്കുവാനുമുള്ള കൃപാവരം ബഹുമാനപ്പെട്ട ജോർജ് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗവാസികൾക്ക് സ്തുതിയും ഭൂവാസികൾക്ക് പുകഴ്ചയും ആകാശത്തിൽ ഭൂമിയിൽ സൃഷ്ടിച്ചെല്ലാവരിൽ നിന്ന് ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ആയുഷ്കാലബോധനം ഞങ്ങളുടെ വംശത്തെ സമ്പന്നമാക്കുന്നതിനുമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിർമ്മലതയോടും വിശുദ്ധിയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ മനസ്സാക്ഷിയെ പ്രവർത്തിക്കുകയും ബലഹീനരായവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം. പിതാവും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. വിശുദ്ധരുടെ അപേക്ഷകളാൽ സകലതന്മയും കൃപയും നിറഞ്ഞ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിൽ നിന്ന് അങ്ങയുടെ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിൻ്റെയും സഹായവും ആരാധ്യമായ തത്വത്തിൻ്റെ നിഗൂഢവും സ്തുത്യർഹവുമായ ശക്തിയും അങ്ങയുടെ ബലഹീനരായ ആരാധകരുടെ മേൽ ചൊരിയണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പുരുഷന്റെ ശക്തിയും ദിവ്യസഹായവും നമുക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകയും അനുഗ്രഹീത മാതാവും കൃപാവരപൂർണ്ണയും ഭാഗ്യവതിയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥനയും നീതിമാനായ മാർഗവിശേഷത്തിൻ്റെയും സ്നാപിയോഹന്നാൻ്റെയും അപേക്ഷയും എപ്പോഴും ഞങ്ങൾക്ക് സഹായകമായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിശുദ്ധ സ്ത്രീയന്മാരുടെയും സുവിശേഷകന്മാരുടെയും പ്രാർത്ഥനകളും സൃഷ്ടിയിൽ സമാധാനം വിതയ്ക്കുന്നവരുടെയും നീതിയുടെയും വിശുദ്ധിയുടെയും പ്രഘോഷകരായ വിശ്രുതയോദ്ധാക്കളുടെയും യാതനകളും നിരന്തരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭാരതത്തിൻ്റെ അപ്പസ്തോലനും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമാ സ്നേഹയുടെ വിശ്വാസ തീക്ഷ്ണതയും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രഥമ വേദസാക്ഷിയായ മാർസ്തഫാനോസിന്റെയും പൗരസ്ത്യന്മാരായ മാർ അബ്ദായുടെയും മാർ മാറിയുടെയും മാർ യാക്കോബിന്റെയും മാർ ഗീബർഗീസിന്റെയും മാർ കുര്യാക്കോസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മാർ അബ്രേമിന്റെയും മറ്റു മൽപ്പാന്മാരുടെയും സകല വിശുദ്ധരുടെയും ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അമിതമായ കൃപയാൽ നിന്നെ പരിപൂർണനാകട്ടെ. തൻ്റെ ഭാവത്തെ യഥായോഗ്യം ഭരിക്കുന്നതിന് അവൾ നിന്നെ ശക്തരാക്കട്ടെ. പൗരോഹിത്യത്തിന് മകനെ മുദ്രപതിച്ചിരിക്കുന്നതിൻ്റെ ഹൃദയം എന്നും വിശ്വസിച്ച് സംരക്ഷിക്കപ്പെടട്ടെ. തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരെ അവിടുത്തെ തിരുവിഷ്ടമനുസരിച്ച് ശുശ്രൂഷിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന താരതമ്യം വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രത്യാഗമനത്തിന് മകനീയ ദിനത്തിൽ അവിടെ ഇതിനെ ഒന്ന് അധികാരപ്പെടുത്തുകയും ചെയ്യട്ടെ. പൗരോഹിത്യത്തിലേക്ക് വഴി ഉള്ളപടി തിരിച്ചറിയുവാൻ നിന്നെ സഹായിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ തിരുത്തൽ ഉൾപ്പെടുത്തിയ എല്ലാവരെയും നല്ലവരാരെയും കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സ്വയം കത്തിയെരിഞ്ഞ് തീരുമാനമുള്ള നവവൈദികന്റെ സന്നദ്ധതയിൽ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് തന്നെ കൈപിടിച്ചുയർത്തിയ അഭിമന്യ പിതാവിനോട് തനിക്കുള്ള സ്നേഹവും നന്ദിയും പ്രകടമാക്കിക്കൊണ്ട് നവവൈദികൻ അഭിമന്യ പിതാവിന് കത്തിച്ച തിരി നൽകുന്നു.